വസ്ത്രങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനികൾ ആശങ്കയിൽ 50% എക്സൈസ് തീരുവ അമേരിക്ക കൂട്ടിയതാണ് തുണി, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ എന്നിവ കയറ്റുമതി നടത്തുന്ന കമ്പനികൾക്ക് വെല്ലുവിളിയായത്. കേന്ദ്ര സർക്കാർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങളും തുണിത്തരങ്ങളും കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഓരോ മാസവും 1500 കോടി രൂപയുടെ വസ്ത്രങ്ങളാണ് തിരുപ്പൂരിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതെന്ന് വ്യാപാരി മുസ്തഫ. തിരുപ്പൂരിൽ ആൾമോസ്റ്റ് 40,000 കോടി രൂപയുടെ എക്സ്പോർട്ട് നടക്കുന്നുണ്ട് ഗ്ലോബലി. അതിൻ്റെ ആൾമോസ്റ്റ് 40% US പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും മറ്റ് അതോറിറ്റികളും അതിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടുത്തെ എക്സ്പോർട്ടേഴ്സിനും ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇൻഡസ്ട്രി തകർന്നു പോകുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. നിരവധി തുണി വ്യവസായശാലകളാണ് അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് തിരുപ്പൂരിൽ പ്രവർത്തിക്കുന്നത്. അമേരിക്കയിലെ അധിക എക്സൈസ് തീരുവയും പിഴയും ഏർപ്പെടുത്തിയതിനാൽ ആശങ്കയിലാണ് തമിഴ്നാട്ടിലെ കമ്പനികൾ. നമ്മൾ വന്നിട്ട് ഈ US ബ്രാൻഡാണ് ഇപ്പോൾ വന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ വന്നിട്ട് ലാക്സ് കണക്കിന് വന്നിട്ട് പീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയിൽ വന്നിട്ട് ഈ ട്രംപ് വന്നിട്ട് ഈ 50% എക്സൈസ് തീരുവ വന്നിട്ട് കൊണ്ടുവന്ന കാരണം വന്നിട്ട് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വന്നിട്ട് വരുന്നത്. അത് കാരണം വന്നിട്ട് ഫ്യൂച്ചറേ നമുക്ക് വന്നിട്ട് നഷ്ടമാവുന്നുള്ള രീതിയിലാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ പ്രതീക്ഷ വെച്ചിട്ടേ ഇരിക്കണം. കാരണം ഞങ്ങളുടെ ഫ്യൂച്ചറേ ഇതിലാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ തമിഴ്നാടെ വിട്ട് കേരളത്തിൽ പോയി ഇരിക്കേണ്ട അവസ്ഥയായിരിക്കും വരിക. ഞങ്ങൾ ഇതുകൊണ്ടാണ് എക്സ്പോർട്ട് കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതമേ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് കമ്പനികളുടെ ആവശ്യം. അല്ലെങ്കിൽ അമേരിക്ക ഈടാക്കുന്ന അധിക തുകയ്ക്ക് തുല്യമായ സബ്സിഡി കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നും കമ്പനി ഉടമകൾ പറഞ്ഞു. തിരുപ്പൂരിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികളുടെ തൊഴിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സാധാരണക്കാരായ 500-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തിരുപ്പൂരിലെ തുണി വ്യവസായശാലയാണിത്. പല മെഷീനുകളും നിശ്ചലാവസ്ഥയിലായി. തിരുപ്പൂരിൽ നിന്നും സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.